വർഷം മുഴുവനും നമുക്ക് അടിപൊളിയായിട്ട് പൂക്കൾ തരുന്നൊരു ചെടിയാണ് ഈ വാകച്ചെടി. നോക്കി എന്ത് ഭംഗിയായിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ വാകച്ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണേ. മഴയത്തും വെയിലത്തും എല്ലാം ഇങ്ങനെ പൂക്കൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് ഈ വാകച്ചെടി. കണ്ടില്ലേ, മഞ്ഞ പൂക്കൾ, എപ്പോഴും ഇതിൽ പൂക്കളാണേ. ഇതിൽ പൂക്കളില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നുള്ളതാണ്. ഇന്നലെ അതിശക്തമായ മഴയായിരുന്നു. കണ്ടോ, മഴയൊക്കെ പെയ്തിട്ട് ഇതിൻ്റെ പൂക്കളൊന്നും പൊഴിഞ്ഞു പോകാതെ നിൽക്കുന്ന പൂക്കൾ കണ്ടില്ലേ. ഈ ചെടിയെ നമുക്ക് ചട്ടിയിലും വളർത്താം, അതുപോലെ തന്നെ നമുക്ക് നിലത്തും വളർത്താം. ഓക്കെ, ചട്ടിയിൽ വളർത്തുമ്പോൾ കുറച്ചൊരു വലിയ ചട്ടിയിൽ വളർത്തുവാണെങ്കിൽ നല്ലതാണേ. ഇതിനെ നമുക്ക് തൈയാക്കാൻ വേണ്ടിയിട്ട് എയർ ലെയറിങ് വഴി ഇതിൻ്റെ സ്റ്റെമ്മ് എയർ ലെയർ ചെയ്ത് നമുക്ക് തൈയാക്കാൻ പറ്റും. അതുപോലെ സീഡ് മുളപ്പിച്ചിട്ട് നമുക്ക് തൈയാക്കാൻ പറ്റുമേ. കണ്ടോ, ഇതുപോലുള്ള സീഡുകൾ ഇതിനുണ്ടായി വരും. അത് ഉണങ്ങിയിട്ട് ഇതിൽ നിന്ന് തന്നെ ഉണങ്ങും. അങ്ങനെ നമുക്കതിനെ പാകി കിളിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളർത്താൻ പറ്റിയൊരു ചെടിയാണ് ഈ വാകച്ചെടിയെ. ഞാൻ കുറേ പേർക്ക് ഇതിൻ്റെ സീഡ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതിനെ സീഡ് പാകി കിളിർപ്പിച്ചതിന് ശേഷം നമുക്ക് പിന്നീട് നമുക്കൊരു വലിയ ചട്ടിയിലോട്ട്, കുറച്ച് വളർന്നതിന് ശേഷം ഒരു വലിയ ചട്ടിയിലോട്ട് വെച്ച് കൊടുത്താൽ മതിയാവും. ആദ്യം നമുക്ക് കവറിലോ അങ്ങനെയുള്ള ട്രേയിലോ എല്ലാം പാകി നമുക്ക് മുളപ്പിച്ചെടുക്കാൻ പറ്റുമേ. പക്ഷെ ചട്ടിയിൽ നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് നിർത്താൻ പറ്റും. ആദ്യമേ തന്നെ നമ്മൾ അതിനെ ഒന്ന് മണ്ടയൊക്കെ മോളോശം ഒന്ന് നുള്ളി കൊടുക്കണേ. അങ്ങനെ നുള്ളി കൊടുക്കുമ്പം അതിന് പിന്നെ ശാഖകൾ വരും. അങ്ങനെ ബുഷാക്കി നമുക്ക് ചട്ടിയിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ വാകച്ചെടി. നിലത്ത് വളർത്തുവാണെങ്കിലും നമുക്കതുപോലെ കട്ട് ചെയ്ത് നിർത്താൻ പറ്റുമേ. ഇതിൻ്റെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലകളിങ്ങനെ പിന്നെ മുകളോട്ടങ്ങ് ഇതങ്ങ് മടങ്ങുമേ. അപ്പം ഒരു പ്രെയർ പ്ലാന്റ് നമ്മൾ പറയത്തില്ലേ, അതുപോലെ ഇതിൻ്റെ ഇലകളിങ്ങനെ നിവരത്തില്ല, ഇങ്ങനെ അങ്ങ് കൂമ്പി നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ വാകച്ചെടിയെ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഇസ്രായേലിന് ഇതിൻ്റെ സീഡ് കൊണ്ടുവന്ന് പാകി കിളിപ്പിച്ചെടുത്തൊരു ചെടിയാണ്. ഇത് ഞാൻ സീഡ് പാകി മുളപ്പിച്ചെടുത്ത തൈയാണേ. കണ്ടോ, അപ്പോൾ ഇതിപ്പം ചെറിയ ഒരു ചട്ടിയിലാണ് ഇരിക്കുന്നത്. അത് കുറേ വളർന്നതിന് ശേഷം നമുക്കൊരു വലിയ പോട്ടിലോട്ട് മാറ്റി കൊടുത്താൽ മതിയേ. ഇതിൻ്റെ പിന്നെ ഇടയ്ക്ക് ഇതിൻ്റെ ഇലകൾ കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ഇലകൾ പുഴു നിന്നിട്ടുണ്ടേ. അപ്പോൾ നമുക്കിതിനെ നീം ഓയിൽ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കാതെ വന്നാൽ അങ്ങനെ പറ്റും. അപ്പോൾ നമ്മളിതിനെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു ട്രെയിലോ അങ്ങാണോ നമുക്ക് ചെറിയ കവറിലോ മറ്റോ നമുക്ക് സീഡ് പാകി മുളപ്പിക്കാമേ. അങ്ങനെ മുളച്ച തൈ നമുക്ക് കുറച്ചൊരു പരുവമായി കഴിയുമ്പം നല്ല രീതിയിൽ റൂട്ടൊക്കെ വന്ന് പാകമായതിനു ശേഷം നമുക്ക് പിന്നെ വളമൊക്കെ ഇട്ട് മണ്ണിലോട്ട് നമുക്കിതിനെ ഇതുപോലെ മാറ്റി നട്ടുപിടിപ്പിക്കാം. അപ്പോൾ എന്നിട്ട് ഇതുപോലെയൊക്കെ ആകുമ്പോഴല്ലോ നമ്മളിതിൻ്റെ മുകളവശം ഒന്ന് നുള്ളി കൊടുത്താൽ നല്ലതാണേ. ഉണ്ടോ, ഈ നാമ്പൊന്ന് നുള്ളി കൊടുക്കണം. ഇതുപോലെ നുള്ളി കൊടുത്താൽ മതി. അപ്പോൾ അതിന് അടുത്ത ശിഖരങ്ങൾ വരുവേ. അങ്ങനെ ബ്രാഞ്ചസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ മണ്ട നുള്ളി കൊടുക്കുന്നത് വളരെ പ്രയോജനമാണേ. വലുതായതിനു ശേഷവും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെടിയെ പ്രൂൺ ചെയ്ത് നമുക്ക് നിർത്താൻ പറ്റും. അങ്ങനെ നിർത്തുമ്പോഴാണ് ചെടി നല്ല രീതിയിൽ ബുഷായിട്ട് അതിൻ്റെ ശിഖരങ്ങളൊക്കെ വന്ന് നിറയെ പൂക്കളും ആവുമേ. പ്രൂണിങ് എല്ലാ ചെടിക്കും ആവശ്യമുള്ളതുപോലെ തന്നെ ഈ ചെടിക്കും പ്രൂണിങ് ഏറ്റവും അത്യാവശ്യമാണേ. ഇതിൻ്റെ എല്ലാ കൊമ്പുകളിലും പൂക്കളുണ്ട് എന്നുള്ളതാണ്. കണ്ടോ, ഇതിൻ്റെ നോക്കിയേ, ഇത് കണ്ടില്ലേ, എല്ലാ കൊമ്പുകളിലും ഇതുപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണ്. പൂക്കളൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. പൂക്കളില്ലാത്ത സമയത്ത് ഇതിന് ശരിക്കും നമ്മളൊന്ന് ഹാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ നല്ല ബുഷായിട്ട് വരും. ഓക്കെ, എല്ലാ കൊമ്പുകളിലും കണ്ടോ. ഇതുപോലെ വളർന്നതിന് ശേഷം കുറേയും കൂടെ നല്ല രീതിയിൽ വളർന്ന് ഒന്ന് പിന്നെ ബ്രാഞ്ചസൊക്കെ ആയതിനു ശേഷം നമുക്ക് പൂക്കാനുള്ള വളം ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ ചെറുതിലേ പൂക്കും. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ വാകച്ചെടി 6 മാസമായപ്പോഴേ നിറയെ പൂക്കളായി. ഇതിപ്പോൾ ഒരു 2 മാസം ആയിട്ടേ ഉള്ളേ. നമ്മൾ നിലത്ത് ഡയറക്റ്റ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അടിവളം കൊടുത്തതിന് ശേഷം നമ്മൾ വെക്കുക. ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ കൊടുത്ത് നമുക്ക് വെച്ച് പിടിപ്പിക്കാമേ. അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന ഒരു ഏരിയയിൽ വെക്കുക. ഒത്തിരി സൺലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു ചെറിയ വെയിൽ കിട്ടണമെന്നുള്ളതേ ഉള്ളേ. അങ്ങനെ കിട്ടിയാൽ തന്നെ ഇത് നിറയെ പൂക്കുന്നൊരു ചെടിയാണേ.
നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ മഞ്ഞ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന എന്ത് ഭംഗിയാന്ന് നോക്കിയേ. വിത്ത് പാകി മുളപ്പിച്ച് നമ്മുടെ വാഗയുടെ തൈ കണ്ടോ. ഇതിനി കുറച്ചും കൂടെ ഒന്നാകുമ്പോൾ ഇതുപോലുള്ള ചട്ടിയിൽ നമുക്ക് വെച്ച് കൊടുക്കാമേ. നമുക്കിതുപോലുള്ള ചെറിയ വിത്താണ്, അരിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ ചെറിയ സീഡ് നമുക്ക് സൂഡോമോണസ് ലൈനിൽ ഒരു 3 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം പാകുവാണെങ്കിലുണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ മുളച്ച് വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാമേ. ഇടയ്ക്കൊക്കെ നമുക്കിതിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് അതിലേക്ക് ചാണകപ്പൊടി, ചാണകപ്പൊടി, എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കാമേ. കടലപ്പിണ്ണാക്കിൻ്റെ തെളി നമുക്ക് ലിക്വിഡായിട്ട് ഒഴിച്ചും കൊടുക്കാം. അത്യാവശ്യം ഈ ചൂട് സമയത്ത് നമ്മൾ 2 നേരം നനച്ച് കൊടുത്താൽ നല്ലതാണേ. നമ്മുടെ ഗാർഡൻ നോക്കിയേ, അടിപൊളിയായിട്ട് നിൽക്കാൻ ഈ ഒരു പ്ലാന്റ് മതി. ഇത്ര ഭംഗിയായിരിക്കണം നോക്കിയേ. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ പിന്നെ ഇതിൻ്റെ തൈ കിട്ടുവാണെങ്കിൽ വെച്ച് പിടിപ്പിച്ചാൽ നല്ലതാണേ. പിന്നെ നമുക്ക് കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറും ഇതിന് കൊടുക്കാം, പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ട്. 19 ഉണ്ടല്ലോ, അത് നമുക്ക് പിന്നെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ചുവട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം, ഡാപ്പും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ മാറി മാറി ഇടയ്ക്ക് കൊടുത്താൽ മതി. ഒത്തിരി ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും നമ്മുടെ ചെടിക്ക് എപ്പോഴും പൂക്കൾ കിട്ടുന്നൊരു ചെടിയാണ് ഈ വാഗച്ചെടിയെ. കണ്ടോ, പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നൊരു ചെടിയാണ്. നമുക്ക് സീഡ് പാകി നമുക്ക് മുളപ്പിക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് പൂക്കളാകും. 6 മാസം കൊണ്ട് തന്നെ പൂക്കളാകുകയും വർഷം മുഴുവനും നമുക്ക് പൂക്കൾ ഇതുപോലെ ഇങ്ങനെ ചെടിയിൽ വിരിഞ്ഞ് നിൽക്കുന്ന മഞ്ഞ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ചെടിയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പെട്ടെന്ന് എൻ്റെ ചെടി 6 മാസം കൊണ്ട് പൂവായിരുന്നേ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ലൈക്കൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കണം ഓൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക്